നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മാത്യു കുഴൽനാടന് മന്ത്രിസ്ഥാനമില്ല. മൂവാറ്റുപുഴയിൽ UDFന് അതൃപ്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇത് സംബന്ധിച്ച് ഉറപ്പു നൽകിയിരുന്നതായും UDF നേതാക്കൾ. അവസാന നിമിഷം തഴയപ്പെട്ടത് അനീതിയാണെന്ന് UDF ഇലക്ഷൻ കമ്മിറ്റി യോഗം വിലയിരുത്തി. അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. മൂവാറ്റുപുഴയിൽ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി. 160ഓളം വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ 48 വാഹനങ്ങൾ തകരാറുകൾ പരിഹരിക്കാൻ നിർദ്ദേശിച്ച് തിരിച്ചയച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തകരാറ് പരിഹരിച്ച് വീണ്ടും ഹാജരാക്കണമെന്ന് നിർദ്ദേശം. ദേശീയപാത 85 160 കോടി രൂപയുടെ അധിക വികസന പദ്ധതികൾക്ക് അംഗീകാരം. മൂവാറ്റുപുഴയിലും കോതമംഗലത്തും പുതുക്കിയ അലൈൻമെന്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് MP. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ബൈക്കിന് പിന്നിൽ ഓട്ടോറിക്ഷ ഇടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരന് പരിക്ക്. ബുധനാഴ്ച ഉച്ചയോടെ അടൂപ്പറമ്പിലാണ് അപകടമുണ്ടായത്. ആരക്കുഴ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ NABH മൂല്യനിർണ്ണയം നടന്നു. 3ാം ഘട്ട മൂല്യനിർണ്ണയമാണ് ഡിസ്പെൻസറിയിൽ നടന്നത്. ഏനാനെല്ലൂർ റെസിഡൻസ് അസോസിയേഷൻ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തി. ആയവന പഞ്ചായത്ത് 12, 13 വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. രക്ഷാധികാരി മഞ്ജു റെജി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മാത്യു കുഴൽനാടന് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ UDFൽ അതൃപ്തി. തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും ദേശീയ നേതാക്കൾ ഉറപ്പു നൽകിയിട്ടും അവസാന നിമിഷം തഴയപ്പെട്ടത് അനീതിയാണെന്ന് UDF ഇലക്ഷൻ കമ്മിറ്റി യോഗം വിലയിരുത്തി. മാത്യു കുഴൽനാടന് മന്ത്രിസ്ഥാനം നൽകാത്തതിൽ മൂവാറ്റുപുഴ UDF കമ്മിറ്റിയിൽ വിമർശനം. തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും ദേശീയ നേതാക്കൾ ഉറപ്പു നൽകിയിട്ടും അവസാന നിമിഷം തഴയപ്പെട്ടത് അനീതിയാണെന്ന് UDF ഇലക്ഷൻ കമ്മിറ്റി യോഗം വിലയിരുത്തി. പിണറായി വിജയനെതിരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ LDF സർക്കാർ നിരന്തരം വേട്ടയാടിയ MLA ആയിരുന്നു മാത്യു കുഴൽനാടൻ എന്ന പ്രമേയം അവതരിപ്പിച്ച ആവോലി UDF ചെയർമാൻ ജോർജ് തെക്കുംപടം പറഞ്ഞു. ഏകാധിപതിയായ പിണറായി വിജയനെതിരെ ശബ്ദിക്കുവാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ധൈര്യം നൽകിയത് മാത്യു കുഴൽനാടന്റെ നിരന്തരമായ ഇടപെടലുകളായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പം ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതിക്കെതിരെ നിരന്തരമായി പോരാട്ടം നയിച്ച മാത്യു കുഴൽനാടൻ പുതിയ UDF സർക്കാരിൽ മന്ത്രിയാകുമെന്ന് പൊതുജനം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് മൂവാറ്റുപുഴയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചതെന്ന് പ്രമേയം പറയുന്നു. മാത്യു കുഴൽനാടൻ പിണറായി വിജയൻ സർക്കാരിനെതിരെ നടത്തിയ അതിരൂക്ഷമായ ആക്രമണം ഇടതുപക്ഷ സർക്കാരിന്റെ പതനത്തിന് കാരണമായി എന്നതിൽ സംശയമില്ലെന്നും ആ പോരാട്ടം നടത്തിയ മാത്യു കുഴൽനാടന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും UDF ഇലക്ഷൻ കമ്മിറ്റി കൺവീനറും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ സാബു ജോൺ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ വിജയം നേടി മൂവാറ്റുപുഴയിൽ നിന്ന് 42,829 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച മാത്യു കുഴൽനാടൻ MLA സംസ്ഥാന മന്ത്രിസഭയിൽ ഒരംഗമാകും എന്നായിരുന്നു ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊക്കെ പുതുയുഗ യാത്രയുമായി വന്ന ബഹുമാനനായ ശ്രീ VD സതീശനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി നിന്ന ശ്രീ KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കന്മാർ ഈ പ്രചാരണ സമയത്ത് ഇവിടെ വന്നപ്പോഴൊക്കെ മാത്യു കുഴൽനാടൻ്റെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിൽ മാത്യു കുഴൽനാടൻ്റെ പങ്ക് ചെറുതല്ല എന്നും അതുകൊണ്ട് തന്നെ നമുക്ക് ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരുമ്പോൾ മാത്യു കുഴൽനാടനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നുള്ള ധ്വനിയിൽ അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എന്തുകൊണ്ടോ എന്ത് സാഹചര്യമെന്നും ഞങ്ങൾക്കറിയില്ല, ഏതായിരുന്നാലും മാത്യു കുഴൽനാടൻ്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല. പിണറായിക്കെതിരായിട്ടുള്ളൊരു ക്യാമ്പയിനിങ്ങിന് തുടക്കം കുറിക്കുന്നത് തന്നെ മാത്യുവിൻ്റെ നിയമസഭയ്ക്കകത്തെ ഒന്നാമത്തെ പ്രസംഗത്തിലൂടെ തന്നെയാണ്. അപ്പോൾ നിയമസഭയ്ക്കകത്തും പുറത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ആ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ഉണ്ടാകുവാനായിട്ട് സാധിച്ചുവെന്നും അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ്റിൽ ഒരു ഭാഗമാകാൻ കഴിയുമെന്നാണ് ഈ മൂവാറ്റുപുഴയിലത്തെ ജനങ്ങൾ മുഴുവൻ വിശ്വസിച്ചത്. പ്രചരണ സമയത്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയിരുന്നതായും UDF നേതാക്കൾ പറഞ്ഞു. മാത്യു കുഴൽനാടന് മന്ത്രിസ്ഥാനം നൽകാത്തതിൽ അതൃപ്തി പ്രകടമാക്കി പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. മൂവാറ്റുപുഴയിൽ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പ്. 160ഓളം വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ 48 വാഹനങ്ങൾ തകരാറുകൾ പരിഹരിക്കാൻ നിർദ്ദേശിച്ച് തിരിച്ചയച്ചു.
അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മൂവാറ്റുപുഴയിൽ സ്കൂൾ ബസ്സുകളുടെ പ്രീ മൺസൂൺ പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. മൂവാറ്റുപുഴ RTO ഓഫീസിന് കീഴിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമത പരിശോധനയാണ് പണ്ടപ്പള്ളിയിലുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിൽ നടത്തിയത്. മൂവാറ്റുപുഴ RTO ഷഫീഖ് ബിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ 7 മുതലാണ് പരിശോധന ആരംഭിച്ചത്. ടയറുകൾ, വൈപ്പർ, എമർജൻസി വാതിലുകൾ, സ്പീഡ് ഗവർണറുകൾ, VLTS പ്രവർത്തനം, ബ്രേക്ക് സിസ്റ്റം തുടങ്ങിയവയുടെ പരിശോധനയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത്. വണ്ടി അങ്ങനെ ചെയ്യാനായിട്ട് അത് ഹാൻഡ് ബ്രേക്ക് അടിച്ചിട്ട് 160ഓളം വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമായതിൽ 48 വാഹനങ്ങൾ തകരാറുകൾ പരിഹരിക്കാൻ നിർദ്ദേശിച്ച് തിരിച്ചയച്ചു. സ്കൂൾ കുട്ടികളുടെ സുരക്ഷയ്ക്കായി മുൻപ് ഇല്ലാതിരുന്ന ബ്ലൈൻഡ് സ്പോട്ട് മിറർ, ക്യാമറ തുടങ്ങിയ സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഇവ കൂടി ഉൾപ്പെടുത്തി എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ഫിറ്റ്നസ് നൽകിയിരിക്കുന്നതെന്നും തകരാറുകൾ കണ്ടെത്തിയ വാഹനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തകരാർ പരിഹരിച്ച് വീണ്ടും ഹാജരാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മൂവാറ്റുപുഴ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജേഷ് PV പറഞ്ഞു. അപ്പം ഇത്തരം വാഹനങ്ങളിൽ പുതിയതായിട്ട് സർക്കാർ നിർദ്ദേശം വന്നിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളിലെല്ലാം ബ്ലൈൻഡ് സ്പോട്ട് മിറർ, ക്യാമറ, അതുപോലെ മുൻപില്ലാത്ത രീതിയിലുള്ള അഡീഷണൽ കാര്യങ്ങൾ സർക്കാർ സ്കൂൾ കുട്ടികളുടെ സുരക്ഷയ്ക്കായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുൾപ്പെടെ ഒരു വാഹനത്തിന് ഫിറ്റ്നസിനായി വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാണ് വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നത്. ഇതിനകത്ത് തകരാറുകൾ കണ്ടെത്തിയ വാഹനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും അത് തകരാറുകൾ സ്കൂൾ തുറക്കുന്ന ജൂൺ 1 മുമ്പ് പരിഹരിച്ച് വീണ്ടും ഹാജരാക്കാനുള്ള നിർദ്ദേശമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അപ്പം അവർക്ക് ഈ വരും ദിവസങ്ങളിൽ ഫിറ്റ്നസ് നടക്കുന്നതിനോടൊപ്പം തന്നെ ഗ്രൗണ്ടിൽ വാഹനം ഹാജരാക്കിയിട്ട് തകരാറുകൾ പരിഹരിച്ച് കാണിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളിലുള്ള എല്ലാ വാഹനങ്ങളിലും ഒരു സ്കൂളിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ വാഹനങ്ങളും വിദ്യാവാഹന ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്ന മുറയ്ക്ക് കംപ്ലീറ്റ് വാഹനങ്ങളും ഒരു സ്കൂളിന്റെ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ആ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാഹനങ്ങളുടെ പേരിലുള്ള കംപ്ലീറ്റ് ആയിട്ട് നൽകുകയുള്ളൂ. അതുപോലെ തന്നെ ഡ്രൈവർമാർക്ക്, സ്കൂൾ അറ്റൻഡർമാർക്കും സ്കൂളിലെ വാഹനങ്ങളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനും റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒരു റോഡ് അവയർനെസ് ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഡേറ്റും വെന്യൂവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയിക്കുന്നതാണ്. അതും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇത്തരം പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സ്കൂൾ ബസ്സുകളുടെ ഡ്രൈവർമാർക്കും സ്കൂൾ അറ്റൻഡർമാർക്കും സ്കൂൾ വാഹനങ്ങളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കുമായി റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസ് സംഘടിപ്പിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ വിജേഷ് PV, വിനോദ് കുമാർ N, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജോബിൻ ജോസ്, ബിജു VC, പ്രവീൺകുമാർ VS, സമീർ ബാബു തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ദേശീയപാത 85-ൽ 160 കോടി രൂപയുടെ അധിക വികസന പദ്ധതികൾക്ക് അംഗീകാരമായി. നിലവിലുള്ള പദ്ധതിയിൽ 10 മീറ്റർ വീതിയിൽ ഏറ്റവും കുറഞ്ഞത് 2 ലൈൻ വിത്ത് പേവിഡ് ഷോൾഡർ എന്ന നിലയിലാണ് അംഗീകാരം ലഭിച്ചതും പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് MP. ദേശീയപാത 85 കൊച്ചി-മൂന്നാർ 124 കിലോമീറ്റർ വികസന പ്രവർത്തനങ്ങളിൽ 160 കോടി രൂപയുടെ അധിക ശുപാർശയ്ക്ക് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. നിലവിലുള്ള പദ്ധതിയിൽ 10 മീറ്റർ വീതിയിൽ ഏറ്റവും കുറഞ്ഞത് 2 ലൈൻ വിത്ത് പേവ്ഡ് ഷോൾഡർ എന്ന നിലയിലാണ് അംഗീകാരം ലഭിച്ചതും പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് MP, മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, NHAI കൊച്ചി CEO ജീവൻ ജോൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശരിക്കും ROW പ്രകാരം ദേശീയപാതയാണ് എങ്കിലും ഒരുപാട് എൻക്രോച്ച്മെന്റുകൾ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാവുകയും പബ്ലിക് ലാൻഡ് പ്രൈവറ്റ് ലാൻഡായി മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിലൊന്നും അവരെ മാറ്റാനോ അല്ലെങ്കിൽ അത് അവിടെ റോഡ് നിർമ്മിക്കാനോ ഒക്കെ പറ്റുന്ന ഒരു പരിസ്ഥിതി ആയിരുന്നില്ല. ഏതായാലും ഒരു ഘട്ടത്തിൽ പദ്ധതി മുടങ്ങിപ്പോകുമെന്ന് കണ്ടപ്പോൾ ഉള്ള വീതിക്കനുസരിച്ച് റോഡ് നിർമ്മാണം നടത്തണം എന്നുള്ള ഒരു ചിന്തയിൽ അല്ലെങ്കിൽ ആ ഒരു തീരുമാനമെടുത്താണ് ഡിപ്പാർട്ട്മെന്റ് ഈ വർക്ക് ആരംഭിച്ചത്. എന്നാൽ ഈ ഘട്ടത്തിൽ നമുക്ക് എവിടെയെല്ലാം ലാൻഡ് അവൈലബിൾ ആയിട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് ഡെവലപ്മെന്റ് നടത്താൻ പറ്റുന്ന സ്ഥിതിയിലേക്കുള്ള ഫണ്ട് അലോക്കേഷൻ ലഭിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ ചേഞ്ച് ഓഫ് സ്കോപ്പിൽ കിട്ടിയ 11 കോടി രൂപയിൽ 11 കിലോമീറ്റർ ഭാഗത്ത് നമുക്ക് 10 മീറ്റർ വീതി ഉറപ്പാക്കാനും, രണ്ടാമത്തെ അഡീഷണൽ അലോട്ട്മെന്റ് 149 കോടി രൂപയിൽ വന്നതിനകത്ത് 67 കിലോമീറ്റർ ഭാഗത്ത്
10 മീറ്റർ വീതിയിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള ഈ ദേശീയപാതയിൽ 90% പോകുന്നത് നമ്മുടെ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലൂടെയാണ്. പെരുവുമൊഴി മുതൽ അങ്ങ് മൂന്നാർ വരെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന മേഖലയിൽ തന്നെയാണ് ഈ കൂടുതൽ പ്രദേശങ്ങളും 10 മീറ്റർ വീതി ഉറപ്പുവരുത്തുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി ഇപ്പം നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ എവിടെയെങ്കിലും 10 മീറ്റർ ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളുണ്ടാകും. ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, 6 കിലോമീറ്റർ ഭാഗത്ത് പുറമ്പോക്ക് ലാൻഡ് ഇല്ല. അവിടെയുള്ളത് പ്രൈവറ്റ് ലാൻഡ് തന്നെയാണ്. മൂവാറ്റുപുഴയിലും കോതമംഗലത്തും പുതുക്കിയ അലൈൻമെന്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതെന്നും ഡീൻ കുര്യാക്കോസ് എം പി. 2024 മാർച്ച് മാസമായപ്പോഴേക്കും തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. ആ സമയമായിട്ടും ഈ പറയുന്നത് പോലെ 3D നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കോമ്പീറ്റന്റ് അതോറിറ്റി ഓഫ് ലാൻഡ് അക്വിസിഷൻ അഥവാ കാല, അത് സംസ്ഥാന ഗവൺമെന്റിന്റെ റവന്യൂ വിഭാഗമാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കാലതാമസത്തിന്റെ പേരിൽ നമുക്ക് 3D വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ 2024 മാർച്ച് 30 മുമ്പ് കഴിഞ്ഞില്ല. അങ്ങനെയാണ് അത് ലാപ്സായി. അത് ലാപ്സായി പോയിടത്തു നിന്നും വീണ്ടും ഇപ്പോൾ നമുക്ക് അത് ലൈവാക്കി എടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയൊരു നേട്ടമല്ല. അപ്പോൾ വീണ്ടും ഈ പ്രോജക്റ്റ് ലൈവാവുകയും ഈ പ്രോജക്റ്റ് നടപ്പിലാകും എന്നുള്ള സ്ഥിതിയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ലാൻഡ് അക്വിസിഷൻ കോസ്റ്റുമായി ബന്ധപ്പെട്ട് അന്ന് നിശ്ചയിച്ചിരുന്നത് രണ്ടിടത്തുമായി ഏതാണ്ട് ഒരു 375 കോടി രൂപയോളമായിരുന്നു. അങ്ങനെ വരുമ്പോൾ അത്രയും വലിയ തുക കേന്ദ്ര സർക്കാർ തന്നെ നടപ്പിലാക്കാൻ പറ്റില്ല, അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല എന്നവർ കണ്ടെത്തുകയും സംസ്ഥാന ഗവൺമെന്റിനോട് സഹകരണം തേടുകയും ചെയ്തപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി മുഖാന്തരം അതിന് തയ്യാറല്ല എന്നുള്ള ഒരു മറുപടി കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത് ലാപ്സായി പോയത്. അതിന്റെ തെളിവുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ പൂർണ്ണതോതിൽ കേന്ദ്ര സർക്കാർ തന്നെ ലാൻഡ് അക്വിസിഷൻ നടത്താവുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള എഗ്രിമെന്റ് വ്യവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അതായത് GST റോയൽറ്റി വരുമാനത്തിൽ അല്ലെങ്കിൽ GST റോയൽറ്റി ഗണത്തിൽ കേന്ദ്ര സർക്കാരിന് കേരള ഗവൺമെന്റ് കുറെ ഇളവുകൾ ചെയ്തു കൊടുക്കാം എന്ന് രണ്ട് ഗവൺമെന്റുകളും തമ്മിൽ മ്യൂച്വൽ എഗ്രിമെന്റിൽ വന്നപ്പോൾ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇനി മുതൽ നടക്കുന്ന എല്ലാ പദ്ധതികൾക്കും ലാൻഡ് അക്വിസിഷൻ കോസ്റ്റിന്റെ കാര്യത്തിൽ കേന്ദ്രം തന്നെ അത് നടപ്പിലാക്കുന്ന ഒരു എഗ്രിമെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ 36 കേന്ദ്രങ്ങളിൽ ബസ് ഷെൽട്ടറുകൾ നിർമ്മിക്കും. പുതുതായി ശുപാർശ നൽകിയ ഓടകളുടെ നിർമ്മാണം ഉൾപ്പെടെ 160 കോടി അനുവദിക്കപ്പെടുമ്പോൾ 6 കിലോമീറ്റർ ദൂരത്തിൽ വീതി കുറഞ്ഞ സ്ഥലങ്ങൾ, 10 മീറ്റർ വീതിയില്ലാത്ത സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള മേഖലകളുണ്ടെന്നും ആ പ്രദേശങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ ആവശ്യമായി വരുമെന്നും ഡീൻ കുര്യാക്കോസ് എം.പി. വ്യക്തമാക്കി. അതിനായി പ്രത്യേക ശുപാർശ നൽകിയിട്ടുണ്ട്. മൂവാറ്റുപുഴ കോതമംഗലം ബൈപ്പാസ് പദ്ധതികൾക്ക് പുതുതായി നിശ്ചയിച്ച കൺസൾട്ടൻസി പുതിയ അലൈൻമെന്റ് ശുപാർശ NHAIക്ക് നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കേന്ദ്രതലത്തിൽ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കുന്നത് വേഗത്തിലാക്കുമെന്നും MP വ്യക്തമാക്കി. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ബൈക്കിന് പിന്നിൽ ഓട്ടോറിക്ഷ ഇടിച്ച് അപകടം. ബുധനാഴ്ച ഉച്ചയോടെ അടൂപ്പറമ്പിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്ക്. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ബൈക്കിന് പിന്നിൽ ഓട്ടോറിക്ഷ ഇടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്ക്. ബുധനാഴ്ച ഉച്ചയോടെ അടൂപ്പറമ്പിലാണ് അപകടമുണ്ടായത്. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും തൊടുപുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ മുന്നിലുണ്ടായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് നിസ്സാരമായി പരിക്കേറ്റു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സ്ഥാപനങ്ങളുടെ NABH മൂല്യനിർണ്ണയം ആരക്കുഴ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ നടന്നു. 3ാം ഘട്ട മൂല്യനിർണ്ണയമാണ് ആരക്കുഴ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടന്നത്. ജില്ലയിലെ തെരഞ്ഞെടുത്ത ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സ്ഥാപനങ്ങളെ NABH നിലവാരത്തിലേക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള 3ാം ഘട്ട മൂല്യനിർണ്ണയം ആരക്കുഴ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ നടന്നു. ദേശീയ ആയുഷ് മിഷനുമായി സഹകരിച്ച് 163 ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രങ്ങളെ NABH നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള സംസ്ഥാനതല പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലയിലെ 11 ആയുഷ് സ്ഥാപനങ്ങളിൽ അസസ്മെന്റ് നടക്കുന്നത്. അക്രഡിറ്റേഷൻ നൽകുന്നതിന് മുൻപായി സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം,
രോഗി സൗഹൃദം, സുരക്ഷ, ഫാർമസ്യൂട്ടിക്കൽ ഗുണനിലവാരം, അണുബാധ നിയന്ത്രണം എന്നിവ NABH മാനദണ്ഡങ്ങൾക്കനുസൃതമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. NABH നാഷണൽ അസസർ ഡോക്ടർ അഞ്ജലി NABH സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. NABHനെ കുറിച്ച് പറയുകയാണെങ്കിൽ NABH ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഗവേണിംഗ് ബോഡിയാണ്. പേഷ്യൻ്റ് സർവീസ്, അതായത് ക്ലിനിക്കൽ സർവീസും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, പേഷ്യൻസിന് ഇതിൻ്റെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും സേഫായിട്ടുള്ളതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതുമായ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ NABH ഈ ഒരു അക്രഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ പ്രോമിസ് ചെയ്യുന്നത്, എന്താണ് അത് കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു താരതമ്യ പഠനം അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷനാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജയകൃഷ്ണൻ KVP അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആര്യക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പൊതൂർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ്, വാർഡ് മെമ്പർ ഹരിശ്രീ എന്നിവർ പ്രസംഗിച്ചു. ISO സർട്ടിഫിക്കേഷൻ അടക്കം നമ്മൾ ഇതിനകത്തൊരു നല്ല രീതിയിലേക്ക് കയറ്റം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന പല കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷം മുഴുവൻ നല്ല ഭംഗിയാക്കാൻ ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. പിന്നെ ഈ ഹോസ്പിറ്റൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് പണിത ബിൽഡിംഗാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇത് ചെയ്യണം, എന്തെല്ലാം ഇനി ഇതുമായിട്ട് ബന്ധം എന്തെങ്കിലും പുതിയ ഇത് വേണമെങ്കിൽ ഇതിൻ്റെ എന്താ ഒരു പ്രോജക്റ്റ്, അതിൻ്റെ ഒരു ഡയഗ്രാം കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഈ നാളിൽ അടുത്ത നാളുകളിൽ അത് പൂർത്തിയാക്കും. എന്തായാലും ഈ വർഷം നല്ലൊരു ഫണ്ട് നമ്മൾ ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രിയിലൊക്കെ നമ്മൾ ISO സർട്ടിഫിക്കേഷന് വേണ്ടി നമ്മളത് പ്ലാൻ ചെയ്ത് നമ്മൾ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തേർഡ് ഫേസിൽ 6 ആയുർവേദ സ്ഥാപനങ്ങളും 4 ഹോമിയോ സ്ഥാപനങ്ങളുമാണ് NABH അക്രഡിറ്റേഷന് പോകുന്നത്. അതിൽ ആലപ്പുഴ പഞ്ചായത്തും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് വഴി നമ്മുടെ സേവനങ്ങൾ, സ്ഥാപനത്തിന് നൽകുന്ന സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിലുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നു. തുടർന്ന് ആര്യക്കോട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയറാണി സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ലഘുലേഖ അവതരിപ്പിച്ചു. ഡോക്ടർ ആശാമോൾ, ഡോക്ടർ ജിൻസി, ഡോക്ടർ ജിൻഷ എന്നിവരും ആശാപ്രവർത്തകരും പങ്കെടുത്തു. ഏനാനെല്ലൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അസോസിയേഷന്റെ പരിധിയിൽ വരുന്ന ആയവന പഞ്ചായത്ത് 12, 13 വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. രക്ഷാധികാരി മഞ്ജു റജി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് MC പൗലോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CD രതീഷ്, ഇമ്മാനുവൽ പാലക്കുഴി, മനോജ് വെള്ളക്കാക്കുടി, ബോജി റജി, ഷൈനി ഇമ്മാനുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. റോഡിന്റെ ഇരുവശങ്ങളിലെ കാടും മാലിന്യ വസ്തുക്കളും നീക്കി കാന ശുചീകരിച്ചു. ഏനാനെല്ലൂർ ഷാപ്പുംപടി മുതൽ കോട്ട റോഡ് വരെയാണ് ശുചീകരണ പ്രവർത്തികൾ ചെയ്തത്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. പോത്താനിക്കാട് പൂക്കുന്നേൽ ജോസ് മാത്യു നിര്യാതനായി. സംസ്കാരം നടത്തി ഭാര്യ മേരി, കാക്കൂർ കദളിക്കാട്ടൽ കുടുംബാംഗം. മക്കൾ മഞ്ജു, സഞ്ജു, അഞ്ജു. മരുമക്കൾ ബെന്നി, സ്റ്റാർവിൻ, വില്ലി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.